ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ വീഡിയോ. ഞങ്ങൾ പകുതി ദിവസം കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് നാട്ടിലേക്ക് പോകണ ഒരു വ്ളോഗ്. തീരുമാനം എടുത്ത ഉടനെ ഖത്തറിലുള്ള ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ തന്നെ ആദ്യം ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ പോരുന്ന സമയത്തുണ്ടായ കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. പാക്കിങ് വരെയുള്ള വീഡിയോ അതിനകത്തുണ്ട്. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്ളോഗിൽ നമ്മുടെ എയർപോർട്ടിലെ വിശേഷങ്ങളും ഫ്ലൈറ്റിൽ കയറുന്ന വരെയുള്ള വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ പാട്ടും മേളൊക്കെ ആയിട്ട് അവരെല്ലാവരും ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ ഇവിടെ ഏകദേശം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു പോക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്കായിരുന്നു. ഒരാഴ്ച റാഷിക്ക് വെക്കേഷനാണ്. അപ്പോൾ ഇപ്പോഴെന്നുണ്ടെങ്കിൽ എല്ലാവരും നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനായിട്ടൊരാഗ്രഹം. അങ്ങനെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് ഞങ്ങളിത്. ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഒരാഴ്ചയ്ക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിറ്റത്തെ വെള്ളിയാഴ്ച തിരിച്ചു പോരും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോയിട്ടാ. യാത്ര പറയുന്ന ആ നേരത്തുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബോർഡിങ്ങിലേക്കാണ് കേട്ടോ പോണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്താണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾക്ക് നടന്ന് കാണാനുള്ള കാട് പോലെയൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കണില്ല. ബോർഡിങ്ങിലത്തെയും എമിഗ്രേഷനിലെയും വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം അവിടെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ നേരെ എമിഗ്രേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്, പ്രത്യേകിച്ച് റാഷിക്ക്. കാരണം ഞങ്ങളെ വെക്കേഷൻ വരുന്നത് ജൂലൈയിലാണ്. അപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ജൂലൈയിൽ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഓഗസ്റ്റ് ലാസ്റ്റ് റാഷി തിരിച്ചു പോന്നു. ഞാൻ പിന്നെ ഫെബ്രുവരിയിലാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്നിട്ട് ഏകദേശം 8 മാസം, റാഷി വന്നിട്ട് 1 കൊല്ലവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പോക്ക് പ്രതീക്ഷിക്കാത്ത പോക്കാണ്. ശരിക്കും ഞങ്ങൾ ഡിസംബറിൽ പോകാൻ നിന്നിരുന്നതാണ്. ആ സമയത്ത് റാഷിക്ക് 14 ദിവസം വെക്കേഷനുണ്ട്. അപ്പോൾ അന്നേരം പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരാഴ്ച വെക്കേഷൻ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇപ്പോൾ പോയേക്കാന്ന് വിചാരിച്ച്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഗേറ്റ് നമ്പറിലേക്കാണ് കേട്ടോ പോകാൻ പോണത്. തിരിച്ചു പോണ സമയത്ത് എയർപോർട്ടിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കാണ്ട് പോണവർ അപൂർവമായിരിക്കുള്ളൂ. അങ്ങനെ നമ്മളും അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നേരെ ഗേറ്റ് നമ്പറിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്നത് കറക്റ്റ് സമയത്തായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നേരം പോസ്റ്റായിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ കറക്റ്റ് 10 മണിക്ക് മുന്നേ തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 10 മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് 10:45 ആയപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1/4 മണിക്കൂർ ഡിലേ ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് എല്ലാവരും പറയും, നിങ്ങളെന്താ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ട് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയതായിട്ട് ഞങ്ങൾ ഫേസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നുണ്ടെങ്കിൽ കുറച്ച് ബിസി ആയിരുന്നു. കാരണം നമ്മൾ നാട്ടിലെത്തുന്നതിന് മുന്നേ വണ്ടിയൊക്കെ ഒന്ന് റെഡി ആക്കണമല്ലോ. നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് റെൻറ്റിനാണ് കേട്ടോ കാർ എടുക്കാറുള്ളത്. കാരണം നമ്മൾ കൂടുതലായിട്ടും ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് റെൻറ്റിന് കാർ എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു ആള്. പിന്നെ നമ്മൾ ഗേറ്റ് നമ്പറിലെത്തി. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വന്ന് കോഫിയൊക്കെ വാങ്ങി അപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റി തുടങ്ങിയിട്ടാ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലായിരുന്നു ഏകദേശം ഒരു 1/4 മണിക്കൂർ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞു. ഇതിനകത്ത് മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതേമാതിരി പാക്കറ്റിൽ ഷുഗർ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബ്രൗൺ ഷുഗർ ഇല്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് അതിനകത്ത് ഇട്ടിട്ട് അത് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഇതിൽ പല ഫ്ലേവറും ട്രൈ ചെയ്യാറുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്ലൈറ്റിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കയറ്റുന്ന ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അപ്പം ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്.
ഒരു സമയമായപ്പോഴത്തേനും സോൺ നമ്പർ ഓരോന്നായിട്ട് കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ലാസ്റ്റാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങളുടെ സീറ്റ് വന്നിട്ട് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു കേട്ടോ. 5ാമത്തെ സീറ്റായിരുന്നു ഞങ്ങൾക്ക്. അതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ബാക്കിലാവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തിക്കും തിരക്കിലും അവിടെ നിൽക്കണം. ഫ്രണ്ടിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. ഈ പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ മൈൻഡ് ഫുള്ള് നാട്ടിലെത്തിയിട്ടുള്ള ഒരു മൊമെൻറ്റ്സാണ് കേട്ടോ. അവരെങ്ങനെയായിരിക്കും, അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളും ഇതന്നെയായിരുന്നു ഫുള്ള് മൈൻഡിലുണ്ടായിരുന്നത്. നാട്ടിൽ ഞങ്ങൾ ഒരാളെടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. രാഷ്ട്രീയ പെങ്ങളെടുത്ത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അവൾക്കറിയാം ഞങ്ങൾ ഇന്ന് വരുന്നുണ്ടെന്നുള്ളത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അവൾ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സിക്കാണ് പോണത്. മിക്കപ്പോഴും ഞങ്ങൾ പോണത് രാത്രി ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആ ഒരു വീഡിയോ ഒന്നും മര്യാദക്ക് കിട്ടാറില്ല. പകലാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോണതും നൈറ്റ് തന്നെയാണ്. പകലാണെങ്കിൽ ആ മേഘങ്ങളുടെ ഇടയിൽ കൂടെ പോണതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊന്നും കിട്ടാറില്ല. ഫ്ലൈറ്റ് പൊന്തുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ നമുക്ക്. നമ്മുടെ ചെവിടെ കടഞ്ഞിങ്ങായിട്ട് ഭയങ്കര ഇടങ്ങേറായിരിക്കുള്ളൂ കേട്ടോ. എക്സ്പ്രസ്സിൽ പൊതുവേ ഫുഡില്ല കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റിൻ്റെ ഒപ്പം ബുക്ക് ചെയ്യണം. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഫുഡാണെങ്കിലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല. ഖത്തർ എയർവേസിലൊക്കെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്യൊന്നും വേണ്ട, അതിനകത്ത് ഫുഡുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഇതിൽ ഫുഡില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇങ്ങനത്തെ ഒരു കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിസ്സയുടെയും സ്വീറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ ബർഗർ വാങ്ങിയിട്ട് അതും ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നാട്ടിൽ പോരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്ലൈറ്റിൽ കയറി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ്. അതൊക്കെ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.